CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ കള്ളപ്പണം നിക്ഷേപമായി സ്വീകരിച്ച ബാങ്കിംഗ് സംവിധാനത്തിലൂടെ വെളുപ്പിച്ചുവെന്ന ഗുരുതര ആരോപണം ഉയരുന്നു. സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ മീറ്റ് ഫാക്ടറിയിലെ മുൻ ജീവനക്കാരൻ M. നൌഷാദാണ് ഈ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. സൊസൈറ്റിയിൽ താൻ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ ലഭിക്കാതെ വന്നതോടെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ തീരുമാനിച്ചതെന്ന് നൌഷാദ് പറയുന്നു. 2021 ഡിസംബർ 2 കോഴിക്കോട് സ്വദേശിയായ ഒരാൾ 36 ലക്ഷം രൂപ ചാക്കിൽ കെട്ടി ബ്രഹ്മഗിരിയിൽ എത്തിച്ചതായും പിന്നീട് ഈ തുക ബത്തേരിയിലെ ദേശസാൽകൃത ബാങ്കിൽ എത്തിച്ച് 10 ജീവനക്കാരുടെ അക്കൗണ്ടുകളിലായി വിഭജിച്ച് നിക്ഷേപിച്ചതിനു ശേഷം സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. ഇതേ മാതൃകയിൽ മറ്റൊരവസരത്തിൽ ബത്തേരി സ്വദേശിയും വൻതുക പണമെത്തിച്ചതായും അന്നും താൻ നേരിട്ട് സാക്ഷിയായിരുന്നുവെന്നും നൌഷാദ് വ്യക്തമാക്കി. അറ്റൻഡറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ബാങ്കിൽ പണം നിക്ഷേപിക്കാനെത്തിയപ്പോൾ നോട്ടുകളുടെ ചിത്രങ്ങൾ എടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. 1.5 പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച മലബാർ മീറ്റ് മാംസ സംസ്കരണ ഫാക്ടറി കഴിഞ്ഞ 2 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി സ്വീകരിച്ച നിക്ഷേപങ്ങളും ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയും ചേർത്ത് 100 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഫാക്ടറിക്കുണ്ടെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ സർക്കാർ 10 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും ഇതുവരെ തുക ലഭ്യമാക്കിയിട്ടില്ല. ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഫാക്ടറി വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിലച്ച നിലയിലാണ്. നഷ്ടത്തിലായ സ്ഥാപനത്തെ നിലനിർത്താൻ സ്വീകരിച്ച വൻതോതിലുള്ള കടവും നിക്ഷേപവും ഇത്തരത്തിൽ ബാങ്ക് വഴിയിലൂടെ കൈമാറിയതാകാമെന്നാണ് സൂചന.